നമസ്കാരം. ബാലഭാസ്കർ എന്ന പേര് മലയാളിയുടെ നെഞ്ചോട് ചേർന്ന പേരാണ്. ആ സംഗീതം ആരും ഒരിക്കലും മറക്കില്ല. ആ വാഹനാപകടത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് ലോബിയുണ്ടെന്ന ആരോപണം വീണ്ടും സജീവമാവുകയാണ്. പക്ഷേ പോലീസോ CBIയോ അതിന് പുറകെ പോകുന്നില്ല. ബാലഭാസ്കറിന്റെയും മകളുടെയും മരണം വെറും അപകടമാക്കി മാറ്റുന്നു. അപകടത്തെ അതിജീവിച്ച ഭാര്യ ഇന്നും ഒന്നും പറയുന്നുമില്ല. എല്ലാം വെറും ആത്മഹത്യയാകുമ്പോഴായിരുന്നു തിരുവനന്തപുരത്തെ നടുക്കിയ സ്വർണ്ണക്കടത്ത് കേസ് എത്തുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ അച്ഛനും അമ്മയും ബന്ധുക്കളും സംശയിച്ചവരെല്ലാം കേസിൽ അകത്തായി. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുന്റെ മൊഴിയെ വിശ്വാസത്തിലെടുത്ത് ആ കേസിനെ വെറുമൊരു അപകടമാക്കി. അർജുന്റെ ക്രിമിനൽ ബന്ധങ്ങൾ ആരും കാര്യമായി എടുത്തില്ല. ബാലുവിന്റെ അച്ഛനും അടുത്ത ബന്ധു പ്രിയ വേണുഗോപാലും നിരന്തര പോരാട്ടം തന്നെ നടത്തി. CBIയും ആ കേസിൽ മതിയായ അന്വേഷണം നടത്തിയില്ല. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ രഹസ്യ നീക്കമാണ് ബാലഭാസ്കറിന്റെ മരണമെന്നത് ഇതാ മറ്റൊരു സൂചന കൂടി വരികയാണ്. ഈ സൂചനയെ CBI ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ ബാലഭാസ്കറിന്റെ മരണത്തിലെ ആ സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യും. പെരിന്തൽമണ്ണ സ്വർണ്ണാഭരണങ്ങളുമായി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിലെ ആസൂത്രകനടക്കം 9 പേർ കൂടി അറസ്റ്റിലാകുമ്പോൾ അതിലൊരാൾ ബാലഭാസ്കറിന്റെ അപകടമുണ്ടാക്കിയ കാർ ഓടിച്ച അർജുനാണ്. കൊലക്കേസ് പ്രതിയായാൽ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. കൊലക്കേസിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സംഘമാണ് പെരിന്തൽമണ്ണയിൽ കുടുങ്ങിയത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന മുരിയാട് പവിത്രത്തിൽ വിപിൻ, താമരശ്ശേരി അടിവാരം ആലമ്പടി ഷിഹാബുദ്ദീൻ, താമരശ്ശേരി അടിവാരം പുത്തൻ വീട്ടിൽ അനസ്, പിണറായി എരുവെട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനന്തു, തൃശൂർ മണ്ണുത്തി കോട്ടിയാട്ടിൽ സലീഷ്, തൃശൂർ കിഴക്കേക്കോട്ട കിഴക്കുംപാട്ടുകര സ്വദേശി മട്ടത്ത് മിഥുൻ രാജ് എന്ന അപ്പു, തൃശൂർ പാട്ടുപുരയ്ക്കൽ പറക്കോട്ടിൽ ലൈനിൽ കുറിയെടുത്തുമന അർജുൻ, പീച്ചി കണ്ണാറ പായാങ്കോട്ടിൽ സതീഷ്, തൃശൂർ കണ്ണാറ കഞ്ഞിക്കാവിൽ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ, തൃശൂർ, താമരശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഞായറാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 13ആയി. 5 പ്രതികൾ കൂടിയാണ് ഇനി പിടിയിലാകാനുള്ളത്. ഇതിൽ തൃശൂർ പാട്ടുപുരയ്ക്കൽ പറക്കോട്ടിൽ ലൈനിൽ കുറിയേടത്തുമന അർജുനാണ് ബാലഭാസ്കറിന്റെ അപകടമുണ്ടാക്കിയ വണ്ടിയുടെ ആ ഡ്രൈവർ. കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച വിരുദ്ധനാണ് അർജുൻ. ബാലുവിന്റെ ഭാര്യയും മരണത്തിന് കീഴടങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ മൊഴി. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. ബാലുവിന്റെ ഭാര്യ രക്ഷപ്പെട്ടു. അർജുനെതിരെ മൊഴി കൊടുത്തു. ഇതിനുശേഷം ശാസ്ത്രീയ പരിശോധനകളിലൂടെ കാർ ഓടിച്ചത് അർജുനനാണെന്ന് കണ്ടെത്തി. പാലക്കാട്ടെ ആയുർവേദ ആശുപത്രി നടത്തിപ്പുകാരുടെ ബന്ധുവായിരുന്നു അർജുൻ. ഇവരാണ് അർജുനെ ബാലുവിന്റെ ഡ്രൈവറാക്കിയത്. തീർത്തും ദുരൂഹമായ ഇടപെടലും മൊഴി നൽകലുമാണ് ബാലഭാസ്കറിന്റെ മരണത്തിനു ശേഷം അർജുൻ നടത്തിയത്. എന്നാൽ അർജുൻ ക്രിമിനലേ അല്ല എന്നാണ് പോലീസ് അന്ന് പറഞ്ഞത്. ആ വിശുദ്ധനാണ് വീണ്ടും സ്വർണ്ണക്കടത്തിന് ശ്രമിച്ച് അകത്തായിരിക്കുന്നത്. ഇതോടെ ബാലഭാസ്കറിന്റെ മരണത്തിൽ വീണ്ടും സംശയം സജീവമാവുകയാണ്. ബാലഭാസ്കറിന്റെ മാനേജർ അടക്കം സ്വർണ്ണക്കടത്തിൽ അകത്തായവരാണ്. ഇവരുടെ സ്വാധീനത്തിലാണ് അർജുൻ മൊഴി നൽകിയതെന്ന സംശയം മുമ്പേ ഉയർന്നിരുന്നു. ഈ ചർച്ച വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുകയാണ് ബാലഭാസ്കറിന്റെ ബന്ധു പ്രിയ വേണുഗോപാൽ. പ്രിയ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസ്. വാർത്തയിൽ 10-13 പേരുകളുണ്ട്. അതിനിടയിൽ പരിചയമുള്ള പേരൊരെണ്ണം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിലും സാധാരണക്കാർ എത്ര പേരാണ് വാർത്തകൾ മുഴുവനായും വായിക്കുന്നത്? ആത്മാർത്ഥമായ മറ്റ് ഗൂഢലക്ഷ്യങ്ങളില്ലാത്ത ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നേ ഇല്ലാതെയായി. മുഖ്യധാര മാധ്യമങ്ങൾക്കാണെങ്കിൽ വാർത്ത കണ്ടുപിടിച്ചു കൊടുത്ത് പേര് ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും കണ്ണിന് പിടിക്കുകയുമില്ല. പറഞ്ഞു വരുന്നത് 2019 സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വരുമ്പോൾ ബാലുചേട്ടന്റെ കേസിൽ നട്ടം തിരിഞ്ഞു നിന്ന ഞങ്ങൾക്ക് മുന്നിൽ അവിശ്വസനീയമാവും വിധം നടന്ന ട്വിസ്റ്റുകൾ പോലെ ഇക്കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസിൽ പിടിയിലായ 13 പേരിൽ ഒരു പരിചിത മുഖവും പേരും. തൃശൂർ കുറിയേടത്തുമനയിൽ അർജുൻ. പാവം നമ്പൂരി പയ്യൻ. അവൻ അങ്ങനെ സ്വയം ആക്സിഡന്റ് ഉണ്ടാക്കി സ്വന്തം ജീവൻ റിസ്ക് ചെയ്യുമോ?
അവന് ഒരൽപ്പം ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട്. പഴയ കേസുകളൊന്നും അത്ര പ്രശ്നമല്ല. ATM കവർച്ചയും വീടാക്രമിച്ച കേസുമൊക്കെ ഉള്ളതാ. പക്ഷേ അവനൊരു നിഷ്കളങ്കനാ കേട്ടോ. ഈ വിശേഷണങ്ങളൊക്കെ ബാലുചേട്ടന്റെ അന്നത്തെ യാത്രയിൽ ഡ്രൈവറായി കൂടെ കൂടിയ അർജുന് അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP ഹരികൃഷ്ണൻ സ്നേഹവാത്സല്യങ്ങളോടെ നൽകിയതാണ്. ആ മനുഷ്യൻ മരിച്ചിട്ട് വർഷം 2 കഴിഞ്ഞിട്ടും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഉറപ്പില്ല. ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, പിന്നെ വന്ന CBI ഒക്കെ അവസാനം നിവൃത്തികെട്ട അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് തെളിയിച്ചു വെച്ചുവെങ്കിലും എന്തിന് അർജുൻ മൊഴി മാറ്റി? ബാലുചേട്ടനാണ് വണ്ടി ഓടിച്ചത് എന്നെന്തിന് കള്ളം പറഞ്ഞു? വിഷ്ണുവിന്റെ കൂട്ടാളിയായിരുന്ന ആളെ ബാലഭാസ്കറിന്റെ ഡ്രൈവർ എന്തിനാക്കി? പേരിനൊന്ന് അറസ്റ്റ് ചെയ്ത് ഇത്യാദി ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇത്രയും കാലം. ഇതേ അർജുൻ അച്ഛനെയും അമ്മയെയും 1ഉം 2ഉം കക്ഷികളാക്കി കൊടുത്ത ഒരു കേസുണ്ട്. അയാളുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് അമ്മയും അച്ഛനും അയാൾക്ക് 1.5 കോടി നഷ്ടപരിഹാരം കൊടുക്കണമത്രേ. ഓർക്കണം, ബാലഭാസ്കറിന് ബന്ധുക്കളില്ല. ബാലഭാസ്കറിന്റെ ഓർമ്മകളിൽ പോലും അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ അവകാശമില്ല എന്നൊക്കെ കഥകൾ ഉണ്ടാക്കി കുറെ പേർ അയാളെ സംരക്ഷിച്ചിരുന്നതിന്റെയും കൂടി ബലത്തിലാണ് ഇങ്ങനെയൊരു ഉമ്മാക്കി കാട്ടി ഞങ്ങളുടെ കുടുംബത്തെ പേടിപ്പിക്കാൻ ഈ സംഘം ശ്രമിച്ചത്. അത്താഴം മുടങ്ങാൻ ചേര കടിച്ചാലും മതിയല്ലോ എന്ന പോലെ പാവം പേരപ്പനും പേരമ്മയും ആ കേസ് തൃശൂർ MACT നടത്തിക്കുകയാണ്. ക്രൈംബ്രാഞ്ചും CBIയും അയാൾ കാരണമാണ് അപകടം നടന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ടും ഈ കേസ് മുറ പോലെ മാറ്റി വെച്ച് 2026 ഒരു തീയതി വരെ എത്തിച്ചിട്ടുണ്ട് എന്ന വൈചിത്ര്യവും ഇതിൽ കൂട്ടി വായിക്കണം. നമ്മുടെ നിയമ സംവിധാനങ്ങളെ കുറിച്ചുള്ള വിശ്വാസവും മതിപ്പുമൊക്കെ ഏറെ കൃത്യമായ തുടരന്വേഷണത്തിന് വിധിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി 3 മാസം നൽകി. CBI അഭ്യർത്ഥന പ്രകാരം വീണ്ടും 3 മാസം സമയം നൽകി. പിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസം. പ്രസവകാലം CBIക്ക് എത്രയാണോ ആവോ. വാർത്ത ഓൺലൈനൊക്കെ വരും, വന്ന പോലെ പോകും. അതാണല്ലോ അവർക്കൊരാശ്വാസം. എല്ലാ കാര്യങ്ങളും നിയമത്തിന്റെ വഴിക്ക് മാത്രമല്ല നീങ്ങുന്നത് എന്ന് തോന്നുന്നതും ഇതുപോലെ ഓരോ വാർത്തകൾ പൊങ്ങുന്നതുമാണല്ലോ ഞങ്ങൾക്കും ആവശ്യം. ചില സത്യങ്ങൾ അങ്ങനെയാണ് ചിലരുടെയും എന്നാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദ നായകരും ജയിലിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവരെല്ലാം അബദ്ധത്തിൽ പോലീസിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ചെറിയൊരു സ്വർണ്ണക്കടത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ബാലഭാസ്കറിന്റെ മാനേജറെ അടക്കം അകത്താക്കിയത്. ഇതിന് സമാനമാണ് ഇപ്പോഴത്തെ അറസ്റ്റുകളും. പരസ്പരം പേര് പോലും അറിയാതെയുള്ള ഓപ്പറേഷൻ എല്ലാം കിറുകൃത്യം. ചതിച്ചത് കാറും മദ്യപാനവുമാണെന്നാണ് മാതൃഭൂമി പോലും ഈ കേസിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് അർജുൻ വീണ്ടും കേസിൽ കുടുങ്ങിയത് അത്ഭുതമെന്ന തരത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഒരു വിശദ വാർത്ത നൽകിയിരുന്നു. എന്നാൽ ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവറാണെന്ന വസ്തുത ആ റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിയയുടെ പോസ്റ്റാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. പെരിന്തൽമണ്ണ കേസുമായി ബന്ധപ്പെട്ട മാതൃഭൂമി വാർത്ത ഇങ്ങനെയാണ്: വ്യാഴാഴ്ച രാത്രി 8:30യോടെയാണ് പെരിന്തൽമണ്ണയിൽ കവർച്ച നടന്നത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച കാർ കേന്ദ്രീകരിച്ച് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് തൃശൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ കൂത്തുപറമ്പ് പത്തായക്കുന്ന് പാട്യം സ്വദേശികളായ ശ്രീരജ് വീട്ടിൽ നിജിൽ രാജ്, കൂത്തുപറമ്പ് ആശാരിക്കണ്ടിയിൽ പ്രബിൽ ലാൽ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി കളിയങ്ങര സജിത് കുമാർ, എളവള്ളി സ്വദേശി കോരാം വീട്ടിൽ നിഖിൽ എന്നിവർ വെള്ളിയാഴ്ച തൃശൂരിൽ പിടിയിലായിരുന്നു. ഇവരെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കണ്ണൂർ, തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ചും ആസൂത്രണം നടത്തിയവരെക്കുറിച്ചും വിവരം ലഭിക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള A. ദീപകുമാർ, സുമേഷ് സുധാകരൻ, P. സംഗീത്, CV ബിജു, SI N. റിഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞാണ് കവർച്ച ആസൂത്രണം ചെയ്തവരടക്കം 9 പേരെ കസ്റ്റഡിയിലെടുത്തത്. വ്യാഴാഴ്ച രാത്രി 8:30യോടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജുവലറി അടച്ച സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിലെത്തിയ 9 പേരടങ്ങുന്ന സംഘം ആക്രമിച്ച് സ്വർണം കവരുകയായിരുന്നു. പട്ടാമ്പി റോഡിൽ വെച്ച് കാർ കുറുകെയിട്ട് ഇടിച്ചു വീഴ്ത്തുകയും മറിഞ്ഞു വീണ ഇരുവരുടെയും കണ്ണുകളിലേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷം
കൈവശമുണ്ടായിരുന്ന 3.5 കിലോഗ്രാമോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നാണ് കാറിൽ രക്ഷപ്പെട്ടത്. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ്, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ DYSP TK ഷൈജു, പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, പോത്തുകൽ ഇൻസ്പെക്ടർ A ദീപകുമാർ, കൊളത്തൂർ ഇൻസ്പെക്ടർ P സംഗീത്, പെരുമ്പടപ്പ് ഇൻസ്പെക്ടർ CV ബിജു, പെരിന്തൽമണ്ണ SIമാരായ N റിഷാദ് അലി, ഷാഹുൽ ഹമീദ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസും മലപ്പുറം ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. അറസ്റ്റിലായ വിപിൻ, ഷിഹാബുദ്ദീൻ, അനസ്, അനന്തു എന്നിവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തൃശൂർ സ്വദേശികളായ സലീഷ്, മിഥുൻ രാജ്, അർജുൻ, സതീഷ്, ലിസൺ എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. എല്ലാം കൃത്യമായി പ്രൊഫഷണൽ രീതിയിൽ നടന്നെങ്കിലും പെരിന്തൽമണ്ണ കവർച്ചാ സംഘത്തിന് പദ്ധതി പാളിയത് കാറിലും സ്വർണം മാറ്റിയ ശേഷം നടന്ന അലസമായ മദ്യപാനത്തിലുമാണ്. കവർച്ച നടത്തിയ ശേഷം ചെർപ്പുളശ്ശേരിയിലെത്തിയ സംഘം രണ്ടായി പിരിയുകയായിരുന്നു. സ്വർണം സുരക്ഷിതമായി കാറിൽ കൊണ്ടുപോയതോടെ മറ്റൊരു കാറിൽ തൃശൂരിലേക്ക് നീങ്ങിയ സംഘം ഇനി ഭയപ്പെടാനില്ലെന്ന നിരീക്ഷണത്തിൽ മദ്യപാനത്തിലേക്ക് തിരിയുകയായിരുന്നു. കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയതും ആത്മവിശ്വാസമായി. പക്ഷേ വെളുത്ത കാർ ഒന്നുപോലും വിടാതെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. മദ്യലഹരിയിൽ ഇവർ പോലീസിന് മുന്നിൽ അകപ്പെടുകയായിരുന്നു. 21-ന് ഉച്ചയോടെ അജിത്, നിജിൽ രാജ്, പ്രബിൻ ലാൽ, മനു, സലീഷ്, ഫർഹാൻ, സജിത്, നിഖിൽ, വൈശാഖ് എന്നിവർ വെള്ള നിറത്തിലുള്ള കാറിൽ തൃശൂരിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7 മണിയോടെയാണ് പെരിന്തൽമണ്ണയിലെത്തിയത്. ജംഗ്ഷന് സമീപം കോടതിയിൽ പോകുന്ന വഴിയിൽ ഇവർ വാഹനമൊതുക്കി കാത്തുനിന്നു. 8:30-ന് ജുവലറി അടച്ച 2 ബാഗുകളിൽ സ്വർണവുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷാനവാസ്, യൂസഫ് എന്നിവരെ അവരുടെ വീടിന് സമീപം വെച്ച് ഇടിച്ചു വീഴ്ത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം സ്വർണമടങ്ങിയ 2 ബാഗുകളും കവർച്ച ചെയ്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് ചെർപ്പുളശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. കാറിൽ രക്ഷപ്പെട്ട 9 പേരും ചെർപ്പുളശ്ശേരിക്കടുത്ത് ഒരു സ്ഥലത്തെത്തി നിർത്തി. അജിത്, സലീഷ്, മനു, ഫർഹാൻ എന്നിവർ സ്വർണമടങ്ങിയ ബാഗുകളുമായി വാഹനം മാറി. രണ്ടാമത്തെ കാറിലുള്ള 5 പേരോടും അമല നഗറിലുള്ള റൂമിലേക്ക് പോകാനും നിർദ്ദേശിച്ചു. തുടർന്ന് അർജുൻ ഓടിച്ചു വന്ന കാറിൽ സ്വർണവുമായി ആദ്യ സംഘം പോയി. തൃശൂർ ഭാഗത്തേക്ക് വന്ന കാറിലുണ്ടായിരുന്ന നിജിൽ രാജ്, പ്രബിൻ ലാൽ, സജിത്, നിഖിൽ എന്നിവരെ സംശയത്തെ തുടർന്ന് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന വൈശാഖ് രക്ഷപ്പെട്ടു. സ്വർണവുമായി രക്ഷപ്പെട്ട അജിത്, സലീഷ്, ഫർഹാൻ, മനു എന്നിവർ സലീഷിന്റെ ബന്ധു കൂടിയായ അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ എന്നയാളുടെ ജൂബിലി മിഷന് സമീപമുള്ള വീട്ടിലേക്ക് നേരത്തെ നിശ്ചയിച്ച പ്രകാരം എത്തി. മിഥുനും സലീഷും സ്വർണമൊരുക്കി ബാറുകളാക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും ഇരുവരുടെയും സുഹൃത്തായ തൃശൂർ പട്ടിക്കാടിനടുത്ത് വീടുള്ള സതീഷിനെ കണ്ടു. ഇതിൽ 500 ഗ്രാം വരുന്ന ഒരു ബാർ സ്വർണമാണ് 35 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. മറ്റൊരു കേസിൽ ജാമ്യം ലഭിച്ച സലീഷ് ജാമ്യ പേപ്പർ PG പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വേണ്ടി എത്തിയപ്പോൾ സംശയം തോന്നിയ PG പോലീസ് പെരിന്തൽമണ്ണ പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായിരുന്നത്. PGയിലെത്തിയ പെരിന്തൽമണ്ണ പോലീസ് സലീഷിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് സ്വർണത്തിന്റെ വിവരങ്ങൾ ലഭിച്ചത്. ആദ്യം പിടിയിലായവർക്ക് പോലും സ്വർണവുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ അറിയില്ലായിരുന്നു. ജാമ്യ പേപ്പറുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ സലീഷിനെ പിടിച്ചതാണ് സ്വർണത്തിലേക്കുള്ള വഴി തുറന്നത്. നന്ദി.